അമീർ, ഉമ്മയ്ക്ക് എന്ത് പറ്റി? ആലംബന വിളക്ക് തേച്ചു ഞാൻ വന്നു. എന്നെ കണ്ട് ഉമ്മ വീണു. പാവം. നിനക്ക് ബുദ്ധിയുണ്ടോ? ഉമ്മയുടെ മുമ്പിലാണോ പ്രത്യക്ഷപ്പെടുന്നത്? അയ്യോ, വെള്ളം. നീ മാറ്. ഉമ്മ, ഉമ്മ, മോനെ, ഉമ്മ പേടിക്കണ്ട. ഇത് അമീർ എന്ന ഭൂതമാണ്. നമ്മളെ ഒന്നും ചെയ്യില്ല. നമ്മുടെ ഭൂതമാണ്. നിനക്ക് ഈ ഭൂതവും പ്രേതവും ഒക്കെ ആയിട്ടുള്ളോടാ കൂട്ടുകെട്ട്. ഈ വിളക്കാര് തേച്ചാലും ഞാൻ പ്രത്യക്ഷപ്പെടും. എന്തും സാധിച്ചു കൊടുക്കും. ഉമ്മയ്ക്ക് വേണ്ടത് ചോദിക്കും. എനിക്കൊന്നും വേണ്ട മോനെ. എന്തെങ്കിലും ചോദിക്കും ഉമ്മ. അമീർ കൊണ്ടുവരും. നമുക്ക് കുറച്ച് നല്ല ഉടുപ്പൊക്കെ വേണ്ടേ മോനെ? ഞങ്ങൾക്ക് ഉടുക്കാൻ നല്ല തുണി വേണം. ആവശ്യമുള്ളതെടുത്ത് ധരിച്ചോളൂ. അമീർ, എന്റെ ഈ വീട് മാറ്റിയിട്ട് എനിക്കൊരു നല്ല വീട് വേണം. എടാ മോനെ, കൊള്ളവല്ലോടാ നിന്റെ ഭൂതം. ഇപ്പൊ മനസ്സിലായോ ഞാൻ ആരാണെന്ന്? ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് എന്നെ ചീത്ത വിളിച്ചില്ലേ? ഇനിയിപ്പൊ എന്താ വേണ്ടത്? ഇനി നീ ഇങ്ങനെ നടന്നാ പറ്റില്ല. എന്തെങ്കിലും ഒരു കച്ചവടം തുടങ്ങണം. അത്രയല്ലേ ഉള്ളൂ. അമീർ, എടാ മോനെ, എല്ലാ കാര്യവും നീ ഒറ്റ നിമിഷം കൊണ്ട് അമീറിനോട് പറഞ്ഞ് സാധിച്ചാലേ നാട്ടുകാർക്കൊക്കെ നമ്മളോട് സംശയം തോന്നും. അത് നമുക്ക് ആപത്താ. പിന്നെങ്ങനെ? ഒരു കാര്യം ചെയ്യാം. അന്ന് സാം രാജകുമാരിയെ രക്ഷിച്ചതിന് രാജാവ് നിനക്ക് സമ്മാനിച്ച തുക ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് വെച്ച് തുടങ്ങിയതാണെന്ന് പറയാം. ഈ വീടും അങ്ങനെ തീർത്തതാണെന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഭൂതത്തിന്റെ സഹായം കൊണ്ട് നമുക്കെല്ലാം അങ്ങ് വലുതാക്കാം. അപ്പോഴാൾക്കാർ വിശ്വസിക്കും. ശരി ഉമ്മ. മോനെ, അമീറിനെ പറ്റി നീ അതും പറഞ്ഞ് നടക്കരുതേ. അല്ല, ഉമ്മയുടെ പേടിയൊക്കെ മാറിയോ? രക്ഷിക്കുന്നവനോട് പേടിയല്ല മോനെ, ബഹുമാനമാണ് തോന്നുക. നമ്മുടെ കഷ്ടപ്പാട് കണ്ട് പടച്ചോ നമുക്ക് തന്നതാ അമീർ. ഉമ്മ, ഞാൻ പോയി ജമീലയും അബൂബക്കറേയും വിളിച്ചോണ്ട് വരട്ടെ. അവരും ഈ വീടൊന്ന് കാണട്ടെ. അമീർ, നീ പൊക്കേളൂ. ശരി മോനെ. ഖമറുദ്ദീൻ ബാപ്പ, നീ ബാഗ്ദാദിലെ സേനാനായകനായതുകൊണ്ട് മാത്രം തൃപ്തിപ്പെട്ടു എന്നുണ്ടോ? ബാഗ്ദാദിലെ സിംഹാസനത്തിനൂടെ നീ അവകാശിയാവണം. ഞാനും അത് ആഗ്രഹിക്കുന്നു ബാപ്പ. അതിന് നീ റോഷൻ രാജകുമാരി വിവാഹം കഴിക്കും. രാജാവിന്റെ പ്രീതിയും വിശ്വാസവും നീ സമ്പാദിച്ചു കഴിഞ്ഞു. നീ രാജകുമാരിയുടെ സ്നേഹമാണ് നീ സമ്പാദിക്കേണ്ടത്. ഞാനതിന് ശ്രമിക്കുകയാണ്. പക്ഷേ എന്ത് പക്ഷേ? ഒന്നുമില്ല. ആദ്യമൊക്കെ രാജകുമാരി ചിലപ്പോൾ നിന്നോട് അടുപ്പം കാണിച്ചില്ല എന്ന് വരും. നീ രാജകുമാരിയുടെ സ്നേഹം പിടിച്ചു പറ്റുകയാണ് വേണ്ടത്.
അതിനാരെങ്കിലും എതിരായിട്ട് നിന്നാൽ നിന്റെ വാളിന് വേണ്ടത്ര മൂർച്ചയുണ്ടെന്നവരെ മനസ്സിലാക്കണം. ഇതാരുടെ വീടാ? ഞങ്ങളുടെ വീട്. നിങ്ങളുടെ വീടോ? എന്താ ഈ പറയുന്നേ? എന്താ മോനെ, നമുക്ക് വീട് മാറിപ്പോയോ? ഇവിടെ എന്നാ ഇങ്ങനെ ഒരു വീടുണ്ടായത്? ഇത് വലിയ അതിശയാണല്ലോ. ഒരു അതിശയമില്ല. അന്ന് ഞാൻ സാമ്രാജ്യകുമാരിയെ രക്ഷിച്ചതിന് രാജാവ് സമ്മാനമായി തന്ന പണം കൊണ്ട് ഈ വീട് മാറ്റി പണിയിച്ചു. എടാ അബൂബക്കറെ, എന്താ? ഞാനൊരു കച്ചവടം തുടങ്ങാൻ പോവാ. കടക്കാരുടെ കയ്യിൽ നിന്നും ബാപ്പയുടെ കട തിരിച്ചു വാങ്ങിച്ചു. ഒരു തുണിക്കട തുടങ്ങാം. അവിടെ നിനക്കും ഒരു ജോലി തരാം. അസ്സലാമലൈക്കും. അലൈക്കും അസ്ലാം. കമറുദ്ദീൻ ഇവിടെ? എന്നെ സേനാനായകനാക്കി നിയമിച്ചു. അറിഞ്ഞു. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? എന്തൊക്കെയോ പറയണമെന്ന് കരുതിയാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ എവിടെ എങ്ങനെ തുടങ്ങണമെന്ന് അറിയാതെ വിഷമിക്കുകയാണ്. മനസ്സിലായില്ല. കുമാരിയുടെ ഏതാജ്ഞയും അനുസരിക്കുന്നവനായിരിക്കും ഞാൻ. അനുസരിക്കേണ്ടവനല്ല, ആജ്ഞാപിക്കേണ്ടവനാണ് സേനാനായകൻ. ഞാൻ രാജകുമാരിക്ക് ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ബാഗ്ദാദ് രാജ്യത്തെക്കാളും വിലപ്പെട്ടതാണോ ആ സമ്മാനം? അല്ലെന്ന് നാം മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് പോകാം. കമറുദ്ദീൻ, കുമാരി പറഞ്ഞത് കേട്ടില്ല. രാജകുമാരിക്ക് വിനോദത്തിനും വിശ്രമത്തിനുമുള്ള സ്ഥലമാണിത്. ഇവിടെ അനാവശ്യമായി പുരുഷന്മാർക്ക് പ്രവേശനമില്ലെന്ന് അറിഞ്ഞൂടെ? ഓ, അപ്പോൾ മൗലവി സാഹിബ് നിങ്ങൾ? കമറുദ്ദീൻ, മൗലവി സാഹിബ് ഞങ്ങൾക്ക് അന്യനല്ല. അദ്ദേഹം ഈ കൊട്ടാരത്തിലെ ഹക്കീമാണ്, പണ്ഡിതനാണ്. എന്നെയും എന്റെ ബാപ്പയും അറബ് അക്ഷരങ്ങളും അർത്ഥങ്ങളും പഠിപ്പിച്ചത് ഈ മഹാനാണ്. അദ്ദേഹമാണ് എന്റെ ബാപ്പയെ വളർത്തിയത്. അദ്ദേഹത്തിനോട് ഈ രാജകുടുംബത്തിനുള്ള നന്ദിയും കടപ്പാടും നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് പോകാം. ഫാത്തിമ, നീ പുണ്യം ചെയ്തവളാടി. പടച്ചോന്റെ കൃപ കൊണ്ട് നീ യാചിച്ചതെല്ലാം നിറവേറും. തുന്നക്കാരൻ മുസ്തഫയുടെ പേര് നിന്റെ മോൻ നിലനിർത്തും. കണ്ട പിള്ളേരുമായിട്ട് തമ്മിൽ തല്ലി കണ്ടവാനം നടന്നിരുന്ന നമ്മുടെ പിള്ളേർക്ക് കുടുംബം നോക്കണമെന്നുള്ള വിചാരം പടച്ചോൻ തോന്നിച്ചല്ലോ. അത് മതി. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാ പറ്റില്ല. കൈനീട്ടമായിട്ട് എന്തെങ്കിലും വാങ്ങിക്കും. അതെന്റെ കൈ കൊണ്ട് തന്നെ വേണോടാ മോനെ. അതെ. എന്നാ ഒരു കാര്യം ചെയ്യും, നമ്മുടെ ബീവിക്ക് ഒരു തട്ടത്തിന് തുണി കൊടുക്കും. അത് തന്നെ ഞാനും കരുതിയത്. ബാപ്പ ഉമ്മയ്ക്കല്ലേ വാങ്ങിക്കൊടുക്കൂ. അലാവുദ്ദീൻ, എനിക്കെന്താ തരിക? ജമീല, ഈ കട തുറന്നിട്ട് ആദ്യമായി നിനക്കാ ഒരു കുപ്പായം തുന്നാൻ പോകുന്നത്. ബാഗ്ദാദ് നിവാസികൾക്കൊരറിയിപ്പ് എന്തെന്നാൽ നാളെ ജമാത്തവൽ 16-ന് രോഷ്നി രാജകുമാരി സ്നാനമന്ദിരത്തിലേക്ക് എഴുന്നള്ളുകയാണ്. രാജകുമാരിയെ ആരും ദർശിക്കാൻ പാടില്ലാത്തതുകൊണ്ട് എല്ലാവരും കടകമ്പോളങ്ങൾ അടച്ച് അവരവരുടെ ഭവനങ്ങളിൽ കഴിയേണ്ടതാണ്. ഈ രാജശാസനത്തിനെതിരായി ആരെങ്കിലും തെരുവിൽ കണ്ടുപോയാൽ വിചാരണ കൂടാതെ അവരെ ശിരച്ഛേദം നടത്തുന്നതായിരിക്കും. രാജകുമാരി കുളിക്കാൻ പോകുന്നു. ഇതിനെന്താ ഇത്ര അതിശയം? രാജകുടുംബത്തിന്റെ ആചാരപ്രകാരം കൊല്ലത്തിലൊരിക്കൽ ജമാഅത്തുൽ 16-ന് രാജകുമാരി സ്നാനമന്ദിരത്തിൽ പോയി കുളിക്കണം. രാജകുമാരി കൊല്ലത്തിൽ ഒരിക്കലേ കുളിക്കുള്ളൂ. അതല്ല, രാജകുമാരി ജനിച്ച ദിവസമാണ് ജമാഅത്തുൽ 16. വിളംബരം കേട്ടല്ലോ. നാളെ ആരും പുറത്തിറങ്ങി പോരുത് പറഞ്ഞേക്കാം. എന്താ പുറത്തിറങ്ങിയാല്? അത് തന്നെ. രാജകുമാരി ആരെങ്കിലും കണ്ട് മോഹിച്ചാലോ? അത്ര സൗന്ദര്യ. ചെറുപ്പത്തില് ഞാൻ രാജകുമാരിയുടെ ഉമ്മ കുളിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആര് കണ്ടാലും മോഹിച്ചു പോകും. അത്ര സൗന്ദര്യവതിയോ?